ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानु सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारि। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം മുതൽക്ക്. യതോ യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യതാത് ആത്മന്യേവ സംയത്നയേത്. യതോ യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യതാത് ആത്മന്യേവാവ സംനയേത്. ഹരേ കൃഷ്ണ. ശ്രീദേവ് മാതാജി. हरे कृष्णा। ओम नमो भगवते वासुदेवाय। यदो यदो निश्चलति मनश्चञ्चलमस्थिरं ततस्ततो नियमेद आत्मनेव वशं नयेत्. वेरी हरे गुड. कृष्ण. मंजू माताजी, सावित्री माताजी. മ്യൂട്ടാണ്. ആറാമത്തെ പ്രഭു ഒന്ന് പറയോ? മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ ഏവ വശം നയേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദോ യദോ നിശ്ചലതി ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയം. വെരി ഗുഡ്. അങ്ങോട്ട് കിടക്കാൻ ഞാൻ 6-26 മാതാജി. 6-26. രജനി മാതാജി. हरे कृष्ण प्रभु जी प्रणाम। ओम नमो भगवते वासुदेवाय। यतो यतो निश्चलति मनश्चञ्चलमस्थिरं ततस्ततो नियम्यैतात् आत्मन्येव वशं नयेत्. हरे कृष्ण. ओके. विनोदिनी माताजी. हरे कृष्ण प्रभु जी. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. यतो निश्चलति मनश्चञ्चलमस्थिरं ततस्ततो नियम्यैतात् आत्मन्येव वशं नयेत्. അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. From wherever the mind wanders due to its flickering and unsteady nature, one must certainly withdraw it and bring it back under the control of the self. മനസ്സ് എപ്പോഴും അത് ചഞ്ചലിച്ചു കൊണ്ടിരിക്കും അല്ലെ? ചഞ്ചലം, അതാണ് ഇവിടെ വാക്ക്. ചഞ്ചലം, മനസ്സഞ്ചലം. അപ്പൊ അതുകൊണ്ട് മനസ്സ് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുന്നാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങള് അത് പല സ്ഥലത്തും പല ഇന്ദ്രിയ വിഷയങ്ങളിലും ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതിനെ തിരിച്ച് കൊണ്ടുവരണം. മനസ്സുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും തിരിച്ചു കൊടുന്ന് വിഡ്രോ ചെയ്യണം അല്ലെ? എന്നിട്ട് എവിടെ
സെൽഫിൽ, ആത്മാവിൽ തന്നെ അതിനെ കേന്ദ്രീകരിക്കണം. അനാവശ്യമായിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. മനസ്സിന്റെ നേച്ചറിന് ഫ്ലിക്കറിംഗ് ആണ്, അൺസ്റ്റഡി ആണ്. ഭഗവാൻ പറയുന്നില്ലേ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാതി ബലഭദ്രണം തസ്യാഹം നിഗ്രഹം മന്യേ വായു വാസുദുഷ്കരം. ചഞ്ചലമാണ്, വളരെ സ്ട്രോങ് ആണ്, സ്റ്റബേൺ ആണ്, ഫ്ലിക്കറിംഗ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. ഒരു കുരങ്ങന്റെ സ്വഭാവത്തിന് പോലെയാണ്. കുരങ്ങൻ റെസ്റ്റ്ലെസ് അല്ലേ, അതേപോലെ നമ്മുടെ മനസ്സ്. അതുകൊണ്ട് അതിനെ സ്റ്റഡി ആക്കണം, അതിനെ കൺട്രോൾ ചെയ്യണം, തിരിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കണം. എന്നിട്ട് നമ്മുടെ സെൽഫിൽ, ആത്മാവിൽ തന്നെ അതിനെ കേന്ദ്രീകരിക്കണം. അതായത് ചുരുക്കത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സിന്റെ ഭൗതിക ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടാതെ ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. എന്നാൽ മാത്രമേ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ എന്താണ് മനസ്സിന്റെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന, അതായത് ഇത് അഷ്ടാംഗ യോഗം, മനസ്സാണ് സെൻട്രൽ പോയിന്റ് അവിടെ, ഇത് പിവട്ട്. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് യോഗം ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി അഷ്ടാംഗ യോഗം. മനസ്സ് കേന്ദ്രീകരിക്കണം ഭഗവാനില്, സെൽഫില്, എന്നാൽ മാത്രമേ ഈ യോഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതാണ് മനസ്സിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ. ധ്യാനമാണല്ലേ, ധ്യാനം മനസ്സിലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? മനസ്സ് വേവറിങ് ആണെങ്കിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. മനസ്സിനെ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്തിട്ട് അതിനെ സ്റ്റഡി ആക്കണം. അതിനെ അവിടെയും ഇവിടെയും പോകാൻ സമ്മതിക്കരുത്, വാണ്ടർ ചെയ്യാൻ സമ്മതിക്കരുത്. കുട്ടികൾ ചില കുട്ടികൾ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അല്ലേ, ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തിയാൽ അവരിരിക്കില്ല. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇവിടെ ഇരുന്നാൽ അപ്പോൾ ഉടനെ ഓടും, അവിടുന്ന് പിടിച്ചു വന്നാൽ വേറെ സ്ഥലത്തേക്ക് ഓടും. അങ്ങനെ നമ്മുടെ മനസ്സും വളരെ വളരെ ചഞ്ചലമാണ്, ഫ്ലിക്കറിംഗ് ആണ്, റെസ്റ്റ്ലെസ് ആണ്, സ്റ്റബേൺ ആണ്. അപ്പം അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഭഗവാനിൽ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ധ്യാനയോഗം ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സേവകളിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യുക. അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിൽ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. ആ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ ബുദ്ധിയാണ്. അതാണ് ഹൈറാർക്കി. ഡൾ മാറ്റർ, സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, മൈൻഡ്, ഇന്റലിജൻസ്, സോൾ. ഇതാണ് ഹൈറാർക്കി. അപ്പോൾ ഇന്റലിജൻസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. നല്ലത് എന്താണ്, ചീത്ത എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, ഇതെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യണോ ചെയ്യണ്ടേ. നമ്മളുടെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഇത് നമുക്ക് നന്മ തരുമോ അതോ ഇത് തിന്മയാണോ, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഡിസ്ക്രിമിനേറ്റീവ് പവറാണ് ഇന്റലിജൻസ്. അപ്പോൾ ആ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് മനസ്സിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. എങ്ങനെ ഒരു ഡയറക്ടർ, സിനിമ ഡയറക്ടർ ആർട്ടിസ്റ്റിനെ, സിനിമ ആക്ടേഴ്സിനെ, ആക്ട്രസസിനെയൊക്കെ അവര് ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതാണ് ലൊക്കേഷൻ, ഇങ്ങനെ ഈ പർട്ടിക്കുലർ ഡയലോഗ് ഇങ്ങനെ പറയണം, ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്, മൈൻഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ മൈൻഡ് എങ്ങനെയാണോ ഇന്റലിജൻസ് പറയുന്നത് അത് പ്രകാരം ഇന്റലിജൻസിന് അറിയാം. ഇന്റലിജൻസിനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? മൈൻഡിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്റലിജൻസിനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ആ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ആ ഇന്റലിജൻസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഷാർപ്പ് ചെയ്യണം, അതിനെ ഷാർപ്പൺ ചെയ്യണം. എങ്ങനെ ഷാർപ്പൺ ചെയ്യുക? ഭഗവത്ഗീത, ഭാഗവതം, അല്ലെ, രാമായണം, മഹാഭാരതം, ചൈതന്യ ചരിതാമൃത, ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ ഇന്റലിജൻസിനെ ഷാർപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ആ ഡിസ്ക്രിമിനേറ്റീവ് പവർ കിട്ടും. നമ്മളുടെ വാക്കുകളെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അനുദ്വേഗകരം വാക്യം സത്യം ക്രിയഹിതം ചെയ്യ സ്വാധ്യായാഭ്യാസനം ചെയ്വ വാൻമയം തപ ഉച്ചത. അനുദ്വേഗകരം വാക്യം, നമ്മളുടെ സ്പീച്ച്, ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ചിനെ പറ്റി പറയുന്നു. നമ്മളുടെ വാക്കുകളെ, നമ്മുടെ സംസാരത്തെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നല്ല രീതിയിൽ ഉപയോഗിക്കാം.
എന്താണ്? സത്യം, പ്രിയം, ഹിതം ചെയ്ത്. നമ്മളുടെ സ്പീച്ച് സത്യമായിരിക്കണം, പ്രിയമായിരിക്കണം, ഹിതമായിരിക്കണം, അല്ലെ? സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യമേ നമ്മൾ പറയാൻ പാടുള്ളൂ, ട്രൂത്തേ പറയാൻ പാടുള്ളൂ. പ്രിയം, മറ്റുള്ളവർക്ക് പ്ലീസിങ് ആയിരിക്കണം. ഹിതം, മറ്റുള്ളവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം. സത്യം, പ്രിയ, ഹിതം ചെയ്ത്. പിന്നെന്തായാലും സ്വാധ്യായാഭ്യാസനം ചെയ്യണം, സ്വാധ്യായം ചെയ്യണം. എന്താണ് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ? ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, ചൈതന്യ ചരിതാമൃത, സ്ക്രിപ്റ്റേഴ്സ് വായിക്കുക. അപ്പോൾ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ഇന്റലിജൻസ് ഷാർപ്പാവും. ഇന്റലിജൻസ് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടും. നമ്മൾ മിക്കവാറും നമ്മുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യാറില്ല. മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ മൈൻഡിനെ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഇന്റലിജൻസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് കടിഞ്ഞാണില്ലാത്ത കുതിരെ പോലെ പായും, ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ സ്വാധ്യായാഭ്യാസനം ചെയ്യുക, സ്വാധ്യായം അഭ്യസിക്കണം. എന്നാൽ ഇന്റലിജൻസ് ഷാർപ്പാവും. ഷാർപ്പൻ ദ ഇന്റലിജൻസ്. മയം തപൂച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സത്യമേ പറയാവൂ. അത് മാത്രം പോരാ, ആ സത്യം പ്രിയമാണോ എന്ന് നോക്കണം. എല്ലാ സത്യങ്ങളും പ്രിയമായിരിക്കണം നിൽക്കുന്നില്ല. അത് ഹിതമാണോ, ബെനിഫിഷ്യൽ ആണോ, അതുകൂടി നോക്കണം. അപ്പോ ഹിതമോ പ്രിയമോ ആയിട്ട് അല്ലാത്ത ആ സത്യം പറയാതിരിക്കുക നല്ലത്. സത്യമായിരിക്കാം, പക്ഷെ അത് പറയാതിരിക്കുക നല്ലത്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം കിട്ടുന്നില്ല, അതേസമയം മറ്റുള്ളവരുടെ മനസ്സിനെ അതിനെ അജിറ്റേറ്റ്, ക്ഷുഭിതരാക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സത്യം പറയാതിരിക്കുകയാണ് ബെസ്റ്റ്. ഞാൻ സത്യമേ പറയുള്ളൂ, അതുകൊണ്ട് ഏത് സമയത്തും എന്തും വിളിച്ച് പറയാൻ പറ്റില്ല. അതാണ് പ്രത്യേകം പറയുന്നത്. സത്യം, പ്രിയം, ഹിതം. സത്യം എന്താണ്? പ്രിയം, ഹിതമായിരിക്കണം, പ്ലീസിങ് ആയിരിക്കണം ആ സത്യം. അജിറ്റേറ്റിംഗ് ആവാൻ പാടില്ല. ഹിതം എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ ആയിരിക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട്, ആ സത്യം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് നന്മ വരുന്നതായിരിക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ പെരുമാറണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് വായിക്കണം. സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമ്മളുടെ ഇന്റലിജൻസ് ഷാർപ്പാവും. നമ്മൾ വേണ്ടുന്ന രീതിയിൽ, വേണ്ടുന്ന സ്ഥലത്ത് അത് പറയും. അല്ലാണ്ട് ഏത് ഫോറത്തിലും എന്തും പിടിച്ച് പറയില്ല. അല്ലേ? അതിൻ്റെ റൈറ്റ് ടൈമാണ്, റൈറ്റ് ഒക്കേഷനാണ്. ഏത് സമയത്ത് നമുക്ക് എന്തും വിളിച്ച് പറയാൻ പറ്റുമോ? സത്യമാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ദേശകാല പാത്രമൊക്കെ നോക്കണ്ടേ? അല്ലാണ്ട് നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ട് നമുക്ക് ഏത് സമയത്ത് ഒന്നും വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ബുദ്ധി നമുക്ക് സ്വാധ്യായത്തിന് കൊടുത്തു. അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. ഇന്നത്തെ കാലത്ത് ബുദ്ധി എന്ന് പറഞ്ഞാൽ, ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്നില്ല. കാരണം വെച്ചാൽ എല്ലാം നമുക്ക് റെഡിമെയ്ഡാണ്. എല്ലാം നമുക്ക് മൊബൈലിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി വളരെ കുറവേ ഉപയോഗിക്കുന്നു. പണ്ടത്തെ കാലത്ത് എല്ലാം മനസ്സ് അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു തമാശയ്ക്ക് ഒരു തമാശ പറയാനുണ്ട്. ഒരു എക്സിബിഷൻ നടന്നു, ഇന്റർനാഷണൽ എക്സിബിഷൻ. ആ ഇന്റർനാഷണൽ എക്സിബിഷൻ എന്താണോ സ്പെഷ്യാലിറ്റി? എല്ലാ രാജ്യത്തിലെ ആൾക്കാരുടെയും ബ്രെയിന് വെക്കാൻ വെച്ചിരിക്കുകയാണ്. എല്ലാ രാജ്യത്തെയും ആൾക്കാരുടെ ബ്രെയിൻ. ഓ, അതിൽ ജാപ്പനീസിനുണ്ട്, അതേപോലെ അമേരിക്കൻസുകാരുണ്ട്, യൂറോപ്യൻസിനുണ്ട്, കനഡിയനുണ്ട്, ഇന്ത്യനുണ്ട്, പാകിസ്ഥാനിയുണ്ട്, ശ്രീലങ്കയുണ്ട്, പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളുടെയും. അപ്പോൾ ഓരോ രാജ്യത്തെയും ആൾക്കാരുടെ ബ്രെയിൻ അവിടെ പ്രദർശിപ്പിക്കാം ഫോർ സെയിൽ. ചില ആൾക്കാരുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് അമേരിക്ക, ജപ്പാൻ, അങ്ങനെയുള്ള ആൾക്കാരുടെ വളരെ ചീപ്പാ ബ്രെയിൻ. കോസ്റ്റ്ലി നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റിലെ, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓക്കെ, പേരെടുത്ത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതോറും അത് തന്നെ കോസ്റ്റ്ലി ആവണം ബ്രെയിൻ. അമേരിക്കക്കാരുടെ ബ്രെയിന് കുറവ്, ജാപ്പനീസിന്റെ എന്താ പറയുക ബ്രെയിന് വളരെ കുറവ് വില. എന്താണ് കാരണം ചോദിച്ചപ്പോ ഒരു യുദ്ധം പറഞ്ഞു, അവരൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ ബ്രെയിന്. മറ്റുള്ള ആൾക്കാര് വളരെ വളരെ മിനിമം ഉപയോഗിച്ചിട്ടുള്ള ബ്രെയിന്. അതുകൊണ്ട്
അവർക്ക് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട്. ഒരു തമാശയാണ്. എന്താ പറഞ്ഞു മനസ്സിലായോ? ഏ ഓക്കെ, ശരി, ഹരേ കൃഷ്ണ. So the nature of the mind is flickering and unsteady. But a self-realized yogi has to control the mind. The mind should not control him. Mind should not control him. അപ്പൊ യോഗി ഷുഡ് കൺട്രോൾ ദ മൈൻഡ്. അപ്പോ യോഗി ഷുഡ് കൺട്രോൾ ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ കൺട്രോളിങ് ആരുടെ കയ്യിലാണ്? ഏത് ഫാക്കൽറ്റിയാണ്? ഇന്റലിജൻസ്. ഇന്റലിജൻസ് ഫാക്കൽറ്റിയാണ് മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. വൺ ഹു കൺട്രോൾസ് ദ മൈൻഡ് ആൻഡ് ദെയർഫോർ ദ സെൻസസ് ആസ് വെൽ. മനസ്സിനെ കൺട്രോൾ ചെയ്താൽ സെൻസസ് വിൽ ബി കൺട്രോൾഡ്. ഞാൻ പറഞ്ഞില്ല, ഹൈറാർക്കി അങ്ങനെയാണ്. മുകളിൽ താഴെ വരുമ്പോൾ ഇന്റലിജൻസ്, മൈൻഡ്, സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, ഡൾ മാറ്റർ. താഴ്ന്നു വരുമ്പോൾ ഡൾ മാറ്റർ, സെൻസസ്, സെൻസ് ഒബ്ജക്ട്സ്, മൈൻഡ്, ഇന്റലിജൻസ്. അപ്പോൾ ഈ ഫാക്കൽറ്റി ഇന്റലിജൻസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യും, ഓട്ടോമാറ്റിക്കലി സെൻസസ് ക്യാൻ ബി കൺട്രോൾ. ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അച്ഛൻ ഇന്റലിജൻസ് ആണ്, അമ്മ മനസ്സാണ്, കുട്ടികള് ഇന്ദ്രിയങ്ങളാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എമോഷണൽ ആണ്, സെന്റിമെന്റൽ ആണ്. അവരുടെ ഡിസിഷൻ ലോജിക്കലി അല്ലെങ്കിൽ റീസണബിളി നന്നായിരിക്കില്ല. കാരണം എമോഷണൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് അമ്മ. അപ്പൊ അച്ഛൻ ലോജിക്കലി ചിന്തിക്കും. അപ്പൊ അച്ഛൻ അമ്മയെ ഡയറക്റ്റ് ചെയ്യണം, അമ്മ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യണം. എന്നാലും നടക്കുള്ളൂ. അമ്മയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെ അവിടെ പ്രശ്നമാകും. കാരണം അവിടെ ലോജിക്ക് അവിടെ നോക്കില്ല, റീസണിങ് നോക്കില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്നിച്ചാടും. സെൻസസ്, കുട്ടികളെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. സെൻസസ് ആണ് നമ്മളെ ഇന്ദ്രിയങ്ങൾ. കണ്ണിന് നല്ല കാഴ്ച കാണണം, ചെവിക്ക് നല്ലത് കേൾക്കണം, നാവിന് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണം, അല്ലേ? അങ്ങനെ സെൻസസിന് നല്ല ടച്ച് വേണം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികളെ പോലെ തന്നെ എനിക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ, ലോലിപോപ്പ് വേണം, സൈക്കിൾ വേണം, സ്കൂട്ടർ വേണം, അത് വേണം, ഇത് വേണം, ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോ അച്ഛൻ അതിനെ വിശകലനം ചെയ്യണം, അനലൈസ് ചെയ്യണം. ഈ കുട്ടി ഞാൻ പണം കൊടുത്താൽ അത് ശരിക്കും ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ വല്ല സാധനങ്ങൾ മേടിച്ചു കൊടുത്താൽ അത് ശരിക്കും ഉപയോഗിക്കുമോ, ദുരുപയോഗിക്കുമോ, ഇതൊക്കെ നോക്കിയിട്ട് കുട്ടിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം കൊടുക്കാനുള്ളത്. ചില സമയത്ത് ഡിപ്രൈവ് ചെയ്യണം, കൊടുക്കാൻ പാടില്ല. കാരണം അത് അബദ്ധത്തിൽ ചെന്നെത്തിക്കും. അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല, എന്ത് ചോദിച്ചും കൊടുക്കാൻ പാടില്ല. അപ്പൊ അമ്മ ഒരു റെക്കമെൻഡേഷൻ കൊടുത്താലും അച്ഛൻ പറയൽ നോ നോ, ഐ കനോട്ട് സാങ്ഷൻ ദാറ്റ്, ഐ കനോട്ട് ഗീവ് ദാറ്റ്, ആൻഡ് ഐ വിൽ നോട്ട് ഗീവ് ദാറ്റ് ഫോർ സോ ആൻഡ് സോ റീസൺ. സോ അമ്മ മനസ്സിലാക്കണം. അപ്പോൾ അമ്മ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ ഇതാണ് സംഗതി, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആ ആഗ്രഹം മാറ്റിവെച്ചു, പിന്നീട് കുറച്ചും കൂടി മെച്യൂരിറ്റി വരുമ്പോൾ നമുക്ക് ആലോചിക്കാം, അല്ലേ? ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മോടെ, എനിക്കൊരു സ്കൂട്ടർ മേടിച്ചു തരണം, മോട്ടോർ സൈക്കിൾ മേടിച്ചു തരണം. മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആ പ്രായത്തിൽ മോട്ടോർ സൈക്കിൾ മേടിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കില്ല, അല്ലേ? അപ്പൊ അമ്മ എന്ത് പറഞ്ഞാലും ശരി, അച്ഛൻ അവിടെ എന്ത് ചെയ്യണം? ലോജിക്കലി അതാണ് അനലൈസ് ചെയ്യണം. അപ്പൊ അതാണ് മനസ്സിന്റെ ഒരു സെൻട്രൽ പിവട്ടാണ് മനസ്സ്. സോ അതുകൊണ്ടാണ് മനസ്സിനെ ആര് കൺട്രോൾ ചെയ്യുന്നു, അദ്ദേഹത്തിന് ആ ആളെ ഗോസ്വാമി ഓർ സ്വാമി, കൺട്രോളർ ഓഫ് ദ ഗോ മീൻസ് സെൻസസ്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഹു ഇസ് കൺട്രോൾഡ് ബൈ ദ മൈൻഡ് ഈസ് കോൾഡ് ഗോദാസ. ഇന്ദ്രിയങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ആളെ ഗോദാസ. നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഇൻട്രോസ്പെക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഗോദാസനാണോ ഗോസ്വാമിയാണോ? ഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്, രൂപ ഗോസ്വാമി. എന്താണ് ആ ശ്ലോകം? വാചോവേഗം മനസ്സേ. യെസ്, വാചോ വേഗം, മനസാ ക്രോധ വേഗം, ജിഹ്വാ വേഗം, ഉദരോപസ്ഥ വേഗം, ഏതാൻ വേഗാന്യോ വിഷഹേദ ധീര സർവമപി മാം വൃത്തിം ച ശിഷ്യാത്. വാചോ വേഗം, മനസാ ക്രോധ, ജിഹ്വ, ഉദരോ അപസ്ഥ. 6 ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആർക്കാണോ അത് സാധിക്കുക അദ്ദേഹം ഗോസ്വാമി. എന്താ കാരണം?
ആദ്യത്തെ മൂന്നെണ്ണം ഗ്രോസ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്, പിന്നത്തെ മൂന്നെണ്ണം സട്ടിൽ ആയിട്ടുള്ളതാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നും കൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു റിവിഷന് വേണ്ടിയിട്ട്. വാച, സ്പീച്ച്. വേഗം എന്ന് പറഞ്ഞ ഏർജ്, ത്വര. അതായത് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ? നമ്മുടെ ചില ആൾക്കാരുടെ ഇതാണ്, തൊരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഒരിക്കലും നിർക്കില്ല അല്ലെ? ടൈപ്പ് റെക്കോർഡർ ഓൺ ചെയ്താൽ പിന്നെ അങ്ങനെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ത്വര പാടില്ല, അതിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് എന്താണോ അതായത് കൃഷ്ണാവബോധത്തിന്റെ ഫേവറബിൾ ആയിട്ട് അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റത് ആവശ്യത്തിന് മാത്രം. ഇപ്പൊ കൃഷ്ണകഥ, കൃഷ്ണലീല, നാമജപം, ഇത് എത്ര വേണമെങ്കിൽ 24 മണിക്കൂർ ചെയ്യാം. അത് നമ്മൾ രക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് ഫേവറബിൾ ആയിട്ട് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റതൊക്കെ എന്താണ്? അൺഫേവറബിൾ ആണ്. എന്താണ് അൺഫേവറബിൾ? പ്രജൽപ, ഗോസിപ്പ്, ഗ്രാമ്യകഥ അല്ലെ? ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് പറയുന്ന 8 ഇൻസ്ട്രക്ഷനിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ ആണ് ഗ്രാമ്യകഥ ന സുനിലെ, ഗ്രാമ്യ വാർത്ത ന കഹിബെ. ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻ ആണ്. ഗ്രാമ്യ കഥ ന സുനിലെ, ഗ്രാമ്യ കഥ കേൾക്കാൻ പാടില്ല, നമ്മളുടെ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യും. ഗ്രാമ്യ വാർത്ത ന കഹിബെ, ഗ്രാമത്തിലെ വാർത്തകളെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നാണ് അതെല്ലാം അവരെ പറ്റി പറയാ, ഇവരെ പറ്റി കുറ്റം പറയാ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാ. കണ്ടില്ലേ അയാളെ പറ്റി, അയാൾക്ക് എന്താ സംഭവിച്ചറിയോ, അല്ലെങ്കിൽ അവൾക്ക് എന്താ സംഭവിച്ച, അങ്ങനെ നമ്മൾ അങ്ങനെ അതിന് മസാലയൊക്കെ ചേർത്ത് നമ്മളുടെ കർണങ്ങൾക്ക് പ്രിയമാകുന്ന രീതിയിൽ നമ്മളത് ആഡ് ചെയ്ത് പറയും അല്ലേ? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും കേൾക്കാനും എന്ത് ആഗ്രഹം ഓരോരുത്തർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്ന ഗ്രാമ്യ കഥ ന സുനിലെ, ഗ്രാമ്യ വാർത്ത ന കഹിബെ. പിന്നെ ഓപ്പുലൻ ഫുഡ് കഴിക്കാൻ പാടില്ല, വളരെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? വളരെ റിച്ച് ആയിട്ടുള്ള കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഇതൊക്കെ ഉള്ളത് നമ്മൾ കൂടുതൽ കഴിക്കാൻ പാടില്ല. എന്താ പറയുന്നത്? അജിറ്റേറ്റിംഗ് ദ മൈൻഡ് ആൻഡ് സെൻസസ്. നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും അത് അജിറ്റേറ്റ് ചെയ്യും. അജിറ്റേറ്റ് ചെയ്ത് എന്തായി? നമ്മളുടെ സെൻസസ് ഉണരും, പിന്നെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ്. അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്, രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് മാത്രമല്ല. ഓക്കെ, അപ്പോൾ വാച്ചോ എന്താണ്? നമ്മുടെ സ്പീച്ച്. പ്രജൽപ ഒഴിവാക്കുക, എന്താ ആവശ്യമുള്ളത് അത് മാത്രം പറയുക. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളും പറയേണ്ടി വരും അല്ലേ? പക്ഷെ അതിനെ നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം ചെയ്യുക. ഒരു ഭക്തന്റെ ഗുണങ്ങളാണ് പറയുന്നത് കേട്ടോ, ഭക്തനാമ ഉള്ള ഒരു ഗുണങ്ങളാണ് പറയുന്നത്. അപ്പൊ മനസ്സ് എഗെയിൻ മാച്ചുവേഗം മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് മില്യണയർ ആവണം, ബില്യണയർ ആവണം, വലിയ ബംഗ്ലാവ് വേണം, നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, കുട്ടികൾ വേണം, സ്വത്ത് വേണം, പ്രോപ്പർട്ടി വേണം, പേരും പ്രശസ്തി വേണം. ഇതെല്ലാം മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം ടെമ്പററി ആണ്. ആ അർജുനൻ അതിനെ ആ ത്വരയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഭക്തനാവാണെന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യണം. വരുന്നത് പോലെ വരട്ടെ, നമുക്ക് എത്ര വേണമെങ്കിൽ, അതായത് വരാൻ പോകുന്ന വഴി തങ്ങില്ല എന്ന് പറയുന്നില്ലേ? ഓക്കെ, എതിർച്ചയാ ലാഭസന്തുഷ്ടം. അതായത് ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്, അത് സ്വയം വരികയാണെങ്കിൽ നമുക്ക് നല്ല പേരും പ്രശസ്തി, നല്ല ജോലി, നല്ല വീട്, നല്ലതൊക്കെ, അത് നമ്മൾ അധികം പ്രയത്നിക്കാണ്ട് നമുക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് പോലെ ഉപയോഗിക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഡിവോഷൻ ആക്ടിവിറ്റീസിൽ നമ്മൾ, അപ്പൊ അതിനുവേണ്ടി ഓവർ എൻഡെവർ ചെയ്യാൻ പാടില്ല. കൂടുതൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ശ്രമിക്കണം എന്തൊരു കാര്യത്തിനും. നമുക്കൊരു ലൈഫിലെ ആംബിഷൻ ഉണ്ടായിരിക്കും, ഓക്കെ, അതിനുവേണ്ടി ശ്രമിക്കുക. അത് വന്നാൽ ദൈവനിശ്ചയം, ഭഗവാന്റെ കൃപ. വന്നിട്ടില്ലെങ്കിലും ഭഗവാന്റെ കൃപ. എന്തുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഭഗവാന്റെ കൃപ? വന്നാൽ ഭഗവാന്റെ കൃപ, വന്നിട്ടില്ലെങ്കിലും ഭഗവാന്റെ കൃപ. എന്താണ് കാരണം?
ഉം? എന്താണ്? സാധാരണ വന്നില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ ചീത്ത പറയും. കണ്ടോ, ഇത്രയൊക്കെ ഞാൻ ജപിച്ചിട്ടും ഇത്രയൊക്കെ ഭക്തി ചെയ്തിട്ടും എനിക്ക് ഞാൻ ചോദിച്ചിട്ട് ഒരു ചെറിയ കാര്യം, ഒരു പ്രൊമോഷൻ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബംഗ്ലാവ്, ഒരു നല്ലൊരു കാറ്, ഇത് മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലല്ലോ. ഭഗവാനെ നമ്മൾ ചീത്ത പറയും. പക്ഷെ ഭഗവാനോട് ആഗ്രഹിച്ച് ഭഗവാൻ തന്നാൽ അത് കൃപ, ഭഗവാൻ തന്നിട്ടില്ലെങ്കിൽ അതും കൃപ. എന്തുകൊണ്ട് തന്നിട്ടില്ലെങ്കിൽ കൃപ? എങ്ങനെയാണ് തന്നിട്ടില്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത്? കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അഹങ്കാരമൊക്കെ വർദ്ധിക്കുവോ? ആ മാതാജി, അല്ല, കൊറേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അഹന്തയൊക്കെ വരില്ലേ? അത് വരണ്ട വെച്ചിട്ടാവും. ഹരിബോൾ. പിന്നെ ശ്രീദേവി മാതാജി, അല്ല, നമ്മൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തില് പറയൂ. നല്ലത് അത് നല്ലതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ തരാത്തത്. നമ്മൾ അതായത് പ്രഭുജി പറയാറുണ്ടല്ലോ, ഒരു പനി പിടിച്ചു കിടക്കുന്ന കുട്ടിക്ക് ആഗ്രഹം ഐസ്ക്രീം ആയിരിക്കും, പക്ഷെ ഭഗവാൻ തരാത്തത് അല്ല, ആസ് എ ഫാദർ ഹീസ് അങ്ങനെ നമ്മളുടെ ആഗ്രഹമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്മ വരില്ല, തിന്മ മാത്രമേ വരുള്ളൂ. ഓക്കെ, മാതാജി, രജനി മാതാജിയും പറഞ്ഞ പോലെ നമുക്ക് അഹന്ത വരും. അഹന്ത എവിടേക്ക് നയിക്കുന്നത്? നമ്മുടെ നാശത്തിലേക്ക് നയിക്കും. അപ്പോൾ എനിക്ക് ഒരു 10 ലക്ഷം ലോട്ടറി കിട്ടുകയാണെന്ന് വെച്ചാൽ ആ പൈസ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു അത് ഭഗവാൻ അറിയാം. ഞാൻ ദുരുപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തരില്ല. അപ്പൊ അതുകൊണ്ട് കൃപ എന്ന് പറഞ്ഞാൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ നശിക്കും, കൂട്ടുകെട്ട് കൂടും, ബാക്കിയുള്ള എല്ലാ ബാഡ് ഹാബിറ്റ്സും കിട്ടും, ഞാൻ നശിക്കും. അപ്പൊ ഭഗവാൻ തൻ്റെ മക്കൾ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തരില്ല. അത് കൃപയാണ്. നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ പ്രയത്നിക്കുക. പ്രയത്നിച്ച് കിട്ടിയാൽ കൃപ, കിട്ടിയില്ലെങ്കിൽ കൃപ. രണ്ടും നമുക്ക് നല്ലതാണ് ഭഗവാൻ തരുന്നത്. അപ്പൊ മനസ്സിന്റെ ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിച്ച് തന്നാൽ കുട്ടികള് ഒരു ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഇഫ് all our desires are fulfilled, even donkeys would become horses. If all our desires are fulfilled, even donkeys would become horses. കാരണം നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിച്ച് കഴിഞ്ഞാൽ even donkey want to become horse. And the donkey doesn't want to become donkey because ഡോങ്കിക്ക് എന്താണ്, എപ്പോഴും മാസ്റ്ററിന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എപ്പോഴും വഴക്ക് മാത്രമേ ഉള്ളൂ. എത്ര തന്നെ വലിയ ലോഡ് കൊണ്ടായാലും ശരി, അവസാനം ഒന്നും കൊടുക്കൂല, ചീത്തയും വഴക്കും അടി. ഹോഴ്സ് അങ്ങനെയല്ല. ഹോഴ്സ് റോയലാണ് അല്ലേ? രാജാക്കന്മാരെ പോലെയാണ്. നന്നായിട്ട് തീറ്റ കൊടുക്കും, നന്നായിട്ട് പരിപാലിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാം സബലീകരിച്ചാൽ, അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കാൻ പറ്റില്ല. കാരണം അതൊന്നും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അർജ്, ക്രോധം, ദേഷ്യം, ക്രോധം വരാത്ത ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇതില് ഈ കോളില്? മഞ്ജു മാതാജി ക്രോധം വരില്ല അതുകൊണ്ട് അല്ലേ? സാവിത്രി മാതാജി ഇല്ല തോന്നുന്നു. സാവിത്രി മാതാജിക്ക് ഉണ്ടാവില്ല. സാവിത്രി മാതാജി സ്വപ്നം. അത് സർവപാലപ്രഭുനോട് ചോദിച്ചോക്കണം. ഓക്കെ, എനിവേ, അപ്പൊ ക്രോധം എല്ലാവർക്കും ഉണ്ടാവും. തൊട്ടേനും പിടിച്ചനും ചില ആൾക്കാർക്ക് ആവശ്യമില്ലാതിനും. ഇവിടെ എന്താ പറയുന്നത്? അതിനെ കൺട്രോൾ ചെയ്യണം. പക്ഷെ ക്രോധം വരാം, ക്രോധം വരാത്ത ആൾക്കാരില്ല. ക്രോധം അതിനെയും ചാനലൈസ് ചെയ്യാം ഭഗവത് സേവനത്തില്. അപ്പൊ ഹനുമാന് ക്രോധം വന്നു, ശ്രീരാമൻ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചു ആ ക്രോധം, ലങ്കയെ കത്തിച്ചിട്ട്. അപ്പൊ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ക്രോധം വരാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനാവശ്യമായിട്ട് ക്രോധമാണ് കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഓഫീസിലൊരു സ്റ്റാഫിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫ്രീഡം, അല്ലാണ്ട് ഫ്രീഡം കൊടുത്താൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്രോധം നമ്മൾ എവിടെ ഉപയോഗിക്കണം, അത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. ഓവറും പാടില്ല, കുറവും പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ആ ക്രോധത്തിന്റെ പിന്നാലെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരുടെ നന്മയായിരിക്കണം. അതായിരിക്കണം ക്രോധം.
ക്രോധം ഒരു ഗ്രഡ്ജായിട്ട് ശത്രുതയായിട്ട് വന്നു ചേരാൻ പാടില്ല. വന്ന് ആ ഒരു തലത്തിലേക്ക് പോകാൻ പാടില്ല. ക്രോധം കൊണ്ട് അത് ശത്രുതയായിട്ട് മാറാൻ പാടില്ല എന്നർത്ഥം. അപ്പം മനസ്സാ ക്രോധ. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്? ഗ്രോസ് ആയിട്ടുള്ളതാണ്. ജിഹ്വ വാചോ വേഗം, മനസ്സാ ക്രോധ വേഗം. ഇത് മൂന്നും ഗ്രോസ് ആയിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള ത്വരകളാണ്. പിന്നെ ജിഹ്വ ഉദരോ അപസ്ഥ. ആദ്യത്തെ മൂന്നെണ്ണം സൂക്ഷ്മമാണ് കേട്ടോ. പിന്നീടാണ് സ്ഥൂലമായിട്ടുള്ളത്. ആദ്യത്തെ സട്ടില്, പിന്നത്തെ മൂന്നെണ്ണം ഗ്രോസ്. ഞാൻ പറഞ്ഞത് വാചോ മനസ്സാ ക്രോധം, ഇത് സട്ടിൽ സൂക്ഷ്മമായിട്ടുള്ള. ഇനി പറയാൻ പോകുന്നത് ജിഹ്വ ഉദരോ അപസ്ഥ. അതായത് ജിഹ്വ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? നമ്മൾ ടേസ്റ്റ്, രുചിക്കുള്ള നല്ല നല്ല ഭക്ഷണം. അപ്പൊ അത് തമോ ഗുണത്തിനും രജോ ഗുണത്തിനും ഉള്ള ഭക്ഷണത്താണ് കൂടുതൽ നമുക്ക് രുചി. അതിന് ആ അർജിനെ, ആ ത്വരയെ നമ്മൾ കൺട്രോൾ ചെയ്യും. സത്വഗുണത്തിനുള്ള മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് കുറെ മസാല ഒക്കെ ചേർത്ത് കുറെ സ്പൈസി ആക്കിയിട്ട് കഴിക്കുന്നത്, അതൊക്കെ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അത് ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് അതും നമ്മൾ സൂക്ഷിക്കണം. ജിഹ്വ ഓൺലി പ്രസാദം, നത്തിങ് എൽസ്. പ്രസാദം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ കഴിക്കുന്നതിന് പാപമുക്തരാക്കും. പാപമുക്തരാക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ സസ്യബുക്കാണെങ്കിലും കൂടിയിട്ട് അതിനും ജീവനുണ്ട് അല്ലേ? അതിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കോട്ടയാണത്. ജീവോ ജീവസി ജീവനം, നമുക്ക് സർവൈവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ പാപമുക്തരാകാൻ വേണ്ടിയിട്ട് അതിനെ ഭഗവാന് സമർപ്പണം ചെയ്യണം. ഭഗവാന് സമർപ്പണം ചെയ്താൽ എന്തായി? അത് നമ്മളുടെ സിൻഫുൾ റിയാക്ഷൻസ് അന്ന് പോയി. പിന്നെ നമുക്ക് പാപം കിട്ടില്ല. നമ്മളുടെ കോട്ടയാണ്. അപ്പോൾ ഭഗവാന് സമർപ്പണം ചെയ്യുക. അപ്പം നമുക്ക് പാപകർമ്മം കിട്ടില്ല, പ്യൂരിഫൈ ആയി. ഓക്കെ. ഇനി അതിന് പുറമെ അത് നമ്മൾ സ്നേഹത്തോടെ പ്രേമത്തോടെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ എന്തായി? അത് പ്രസാദമാവുന്നു. പ്രസാദം. മറ്റൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ടോ? സ്നേഹത്തോടെ. അതാണ് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തഥഹം ഭക്തിയ ഉപഹൃതം അസ്നാമി പ്രയതാത്മന. 2 പ്രാവശ്യം ഭക്തി. ആ ഭക്തിയോടുകൂടി നമ്മൾ അത് ഭഗവാൻ ഓഫർ ചെയ്യുമ്പോൾ ഭഗവാൻ അതിനെ പ്രസാദമാക്കി തരുന്നു. നോട്ട് ഓൺലി സിൻലെസ്, പ്രസാദം. പ്രസാദം പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ മേഴ്സി, കൃപ. ഓക്കെ. പ്രസാദ്, പ്രഭു കെ സാക്ഷാത് ദർശൻ. പ്രസാദ. അപ്പൊ അതാണ് ജിഹ്വാവേഗം, ത്വര. അതായത് നമ്മുടെ നാവിന്റെ ത്വര. പ്രസാദം കഴിച്ചിട്ട് അതിനെ ശമിപ്പിക്കണം. ഉദരം എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്താണ്? ഭക്ഷണം. നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം നമ്മുടെ ഉദരത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് നമുക്ക്. എന്താണ് ടേസ്റ്റ്? തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള സ്പൈസി ഫുഡ്, അതൊക്കെ. അതല്ല, നമ്മുടെ നാവിന്റെ ടേസ്റ്റ് അല്ല നോക്കേണ്ടത്. അപ്പോൾ ഉദരത്തിന്, അപ്പോൾ സ്റ്റൊമക് ഡിമാൻഡ്സ്, അതിൻ്റെ ഒരുപാട് എനിക്ക് അത് വേണം ഇത് വേണം, സ്റ്റൊമക് കൂടിയും ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇതോ അപ്പഴ്സ്ത ജനറ്റൈൽസ്. ഓക്കെ. എഗെയിൻ ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതും സ്ഥൂലമായിട്ടുള്ള ഒരു ആഗ്രഹണത്വരയാണ്. അതിനെയും നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ 6 ത്വരകൾ നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ നമ്മൾ എന്താ വിളിക്കുക? ഗോസ്വാമി. ഗോ പറഞ്ഞാൽ സെൻസസ്, സ്വാമി പറഞ്ഞാൽ കൺട്രോൾ. അപ്പോൾ സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആള് ഗോസ്വാമി. ഈ ഇന്ദ്രിയങ്ങളുടെ അടിമത്തത്തിൽ വരുന്ന ആൾക്കാരെ ഗോദാസൻ. നമ്മൾ ആരുടെ ദാസനാവണം? ഭഗവാന്റെ ദാസനാവണം, ഇന്ദ്രിയങ്ങളുടെ അല്ല. നമ്മൾ ദാസനാണ്. ദാസൻ. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മളിപ്പോ നിർഭാഗ്യവശാൽ ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്, ഭഗവാന്റെ ദാസനല്ല. നമ്മൾ ഭഗവാന്റെ ദാസനാവാനാണ് ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. വൺ ഹു കൺട്രോൾസ് ദ മൈൻഡ് ആൻഡ് ദെയർഫോർ the senses as well is called Goswami or Swami.
and one who is controlled by the mind is called Godasa or the servant of the senses. Okay? Alexander the Great story എന്നൊക്കെ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറിയില്ലേ? ഇല്ല. ഇല്ല. അലക്സാണ്ടർ എല്ലാ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാമ്രാജ്യം, എംപറർ ഓഫ് ദ വേൾഡ്, എല്ലാ തന്റെ സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും കോൺക്വർ ചെയ്യാൻ പോവാണ്. അവസാനം ഇന്ത്യയിലെത്തി. ഇപ്പൊ ഇന്ത്യയിലെത്തിയപ്പോ അലക്സാണ്ടർക്ക് വിവരം കിട്ടി, ഇവിടെ ഇന്ത്യയിലെ കുറെ ഋഷിവര്യന്മാരുണ്ടോ, ഭയങ്കര ആൾക്കാരാണ്. അപ്പൊ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആരോ അലക്സാണ്ടറോട്. അപ്പോൾ ശരി, ഒരു ഋഷിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കാട്ടിൽ പോയിട്ട്, കാട്ടിലാണ് സാധാരണ ഋഷിവര്യന്മാരുടെ സേജസിലെ സാധുജനങ്ങൾ, അവരെപ്പോഴും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് കാണണം, അവരുടെ ഒരുപാട് കീർത്തി പ്രശസ്തി കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ പോയിട്ട് ഒരു ഋഷി തപസരിക്കണ്ടായിരിക്കുന്നു. അപ്പൊ അലക്സാണ്ടറുടെ മിനിസ്റ്റർ ചെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ തട്ടി വിളിച്ചു, അയാൾ ധ്യാനിക്കായിരുന്നു. ഹലോ ഹലോ എഴുന്നേൽക്കൂ, എന്താ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ബോസ് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോസ് ആരാ? അലക്സാണ്ടർ ഗ്രേറ്റ് അറിയില്ലേ? ഓ അതെയോ, എനിക്കിപ്പോ സമയമില്ല, നിങ്ങളുടെ ബോസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഇവിടെ അതേപോലെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് വാളെടുത്തിട്ട് പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്നെപ്പറ്റി അറിയില്ലേ, എന്നെപ്പറ്റി കേട്ടിട്ടില്ലേ, ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്, ഞാനെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ഞാൻ വിളിച്ച സ്ഥലത്ത് വന്നില്ലെങ്കിൽ നല്ല തല ഞാൻ ഛേദിക്കും. അപ്പോ ഋഷിവര്യൻ പറഞ്ഞു, സേജസ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ്, നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല, സ്വന്തം ഇന്ദ്രിയങ്ങളുടെ അടിമയായ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രാജാവാണ്. നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? നിങ്ങൾക്ക് എനിക്ക് ഒരിക്കലും എന്നെ നശിപ്പിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആദ്യം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്, നിങ്ങൾ മാസ്റ്റർ അല്ല, ഈ ദേഷ്യത്തിന്റെ അടിമയാണ്. നിങ്ങൾ മാസ്റ്റർ അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മാസ്റ്ററാണ്, പക്ഷെ ദേഷ്യത്തിന്റെ അടിമയായി നിങ്ങൾക്ക് ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഇല്ല. പിന്നെ നിങ്ങൾ എവിടുത്തെ മാസ്റ്ററാണെന്ന് ചോദിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. പറയുന്നത് ന്യായമല്ലേ, എൻ്റെ ചെറിയൊരു ഒരു ദേഷ്യം കാരണം ഞാൻ എന്തെല്ലാം പറഞ്ഞു, തല ഛേദിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ഋഷിവര്യന്മാരുടെ പൊസിഷനും എന്താണ്, സ്റ്റാറ്റസ് എന്താണ്. അവർക്ക് നിങ്ങൾ എൻ്റെ തല ഛേദിക്കും പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ദേഹം നശിപ്പിക്കാൻ പറ്റും, പക്ഷെ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആരാണ് ഋഷിവര്യൻ. അതാണ് എങ്ങനെ ദേഷ്യത്തിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇതിൽ കൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. Goswami knows the standard of sense happiness. In transcendental sense happiness, the senses are engaged in the service of Rishikesha, or the supreme honor. Rishikena Rishikesha Sevanam Bhakti Ruchade. Rishikena Rishikesha. Rishikena പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഋഷികേശ പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ സെൻസസ്, ഭഗവാൻ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ സേവിക്കണം. ഋഷികേശ് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ സെൻസസ്, അവനെ സേവിക്കണം. അതാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉപയോഗിക്കേണ്ടത്. എന്താണ് ആ ശ്ലോകം? സ്റ്റാർട്ടിങ് എന്താണ് ഓർക്കുന്നുണ്ടോ? ഋഷികേശ സേവനം ഭക്തി ഉച്ചതേ. സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. എനിവേ, അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ ആയിട്ടുള്ള ഋഷികേശിനെ നമ്മൾ സേവിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്യൂരിഫൈ ആവുള്ളൂ. കിട്ടിയോ? ആരെങ്കിലും കിട്ടിയോ ശ്ലോകം? ആദ്യത്തെ ഇത് കിട്ടുന്നില്ല. Okay, that is the way of bringing the senses under full control.
What is more, that is the highest perfection of yoga practice. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരിക, അതാണ് വേണ്ടത്. That is what is more, that is the highest perfection. ഇതാണ് യോഗ പ്രാക്ടീസിന്റെ പെർഫെക്ഷൻ. മനസ്സാണ് സെൻട്രൽ പിവറ്റ്. മനസ്സിനെ കൺട്രോൾ ചെയ്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ്? ക്ലിയർ ആണ് പ്രഭുജി. ക്ലിയർ അല്ലേ? അപ്പൊ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? Those who control the mind, Yes, senses. yes. And Godasa, So, those who are controlled by the senses. no senses. Okay. Text 27. We'll go that. Prashantamanasam hyenam yoginam sukham uttamam upayiti shantarajasam brahmabhudam akalmasham. Prashantamanasam hyenam yoginam sukham uttamam upayiti shantarajasam brahmabhudam akalmasham. Okay, Rajani Mataji. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂത അകൽമഷം. ഹരേ കൃഷ്ണ. Manju Mataji and Savitri Mataji. ഹരേ കൃഷ്ണ. പ്രശാന്ത മനസം ഹേനം യോഗിനം സുഖമുത്തമം വൈദിശാദരജസം ബ്രഹ്മഭൂതം അകൽമഷം. വാസുദേവായ. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതകൽമഷം. കൃഷ്ണ. Haribol, Sridevi Mataji. ഹരേ കൃഷ്ണ. പ്രശാന്തമനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപേതി ശാന്തരജസം ബ്രഹ്മഭൂത കൽമഷം. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിൽ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ ഗുണാതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. ഹരേ കൃഷ്ണ. Haribol. Okay. The yogi whose mind is fixed on me verily attains the highest perfection of transcendental happiness. He is beyond the mode of passion. He realizes his qualitative identity with the Supreme, and thus he is freed from all reactions to quantities. ഇത് ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ഋഷികേന ഋഷികേശ എന്നുള്ള ശ്ലോകം സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തി വെച്ചത്. ഏറ്റവും ഉത്തമ ഭക്തി എന്താണ്, ഉത്തമമായിട്ടുള്ള ഭക്തി എന്താണെന്നുള്ളത് സർവ ഉപാധി വിനിർമുക്തം. എല്ലാ ഉപാധിയിൽ നിന്നും നമ്മൾ മുക്തരാവണം. എന്താണ് നമ്മുടെ ഉപാധി? നമ്മളുടെ ഉപാധികൾ എന്താണ്? എന്താണ് ഉപാധി എന്ന് പറഞ്ഞത്? Senses. എന്താണ് ഉപാധി എന്ന് പറഞ്ഞത്? ഡെസിഗ്നേഷൻസ്, ബോഡ്ലി ഡെസിഗ്നേഷൻസ്. ഞാൻ ഇന്ത്യനാണ്, ഞാൻ അമേരിക്കനാണ്, ഞാൻ കാനഡിയനാണ്, ഞാൻ ജാപ്പനീസ് ആണ്, ഞാൻ വെളുത്തതാണ്, കറുത്തതാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, വിദ്വാനാണ്, പണ്ഡിതനാണ്, പണക്കാരനാണ്. ഇതെല്ലാം ആർക്കുള്ള ഉപാധികളാണ്? ദേഹത്തിന്, ഈ ശരീരത്തിനുള്ള ഉപാധി അല്ലേ? അതുകൊണ്ടാണ് ഐ മീ ആൻഡ് മൈൻ വരുന്നത്. ഉപാധി കാരണം. ഞാൻ വളരെ റിച്ചാണ്, ധനവാനാണ്, അയാൾക്കുണ്ട് പൈസയില്ല, അയാള് പാപ്പറാണ്, അയാള് സുന്ദരനല്ല, ഞാൻ സുന്ദരനാണ്. അങ്ങനെയുള്ള ഈ ശരീരത്തിനുള്ള ഉപാധികളാണ് ഡിസിഗ്നേറ്റ്.
ബോഡിലി ഡിസിഗ്നേഷൻസ്. അപ്പൊ അതിന്ന് നമ്മൾ അറിയണം, നമ്മൾ ബോഡി അല്ല, നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആത്മാവിന് എന്താണ് ഡിസിഗ്നേഷൻ? ഒറ്റ ഡിസിഗ്നേഷൻ ഉള്ളൂ. എന്താണ് ആത്മാവിന്റെ ഡിസിഗ്നേഷൻ? എന്താണ് ഉപാധി? എന്താണ്? ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്. അത് എല്ലാവർക്കും ഒന്നാണ്. ഏത് ജീവജാലങ്ങൾക്കും ഒറ്റ ഉപാധിയുള്ളൂ. മറ്റ് ഉപാധികളെല്ലാം ടെമ്പററിയാണ്, ശരീരത്തിന് മാത്രമാണ്. സൗന്ദര്യം അല്ലേ? ഓരോരുത്തരും ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, ഇതൊക്കെ പ്രവാദപരം സ്കിൻ ഡീപ്പാണ് നമ്മുടെ സൗന്ദര്യം. അതായത് 1 millimeter അത്രേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഡെപ്ത്. എന്താണ് 1 millimeter എന്ന് പറയാൻ കാരണം? ഒരു തിക്നെസ്. നമ്മുടെ സ്കിന്നിന്റെ തിക്നെസ് അത്രേ ഉള്ളൂ. അതെടുത്ത് കളഞ്ഞാൽ അമേരിക്കനും നീഗ്രവും ഇന്ത്യയും പാകിസ്ഥാനും ജാപ്പനീസും എല്ലാം ഒരേ പോലെ. എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലോ എല്ലാം ഒന്നാണ്. അവിടെ വെളുപ്പുള്ളിയ കറുപ്പുള്ളിയ, എല്ലാവർക്കും ചോര, ഞരമ്പ്, അസ്ഥി, മലം, മൂത്രം, കഫം, പിത്തം, വായു, ഇതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അതേപോലെയാണ്. അവിടെ ഇത് അമേരിക്കക്കാരുടെ, ഇത് ഇന്ത്യൻ്റെ എന്താ പറയുക, ജാപ്പനീസിന്റെ അങ്ങനെയൊന്നുമില്ല. ഇത് അമേരിക്കന്റെ രക്തം, അല്ലെങ്കിൽ ഇത് അമേരിക്കക്കാർ, ഇത് ഇന്ത്യക്കാരുടെ അസ്ഥി, എല്ല്, ഞരമ്പ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും സെയിം ഘടനയാണ്, സെയിം സ്ട്രക്ചറാണ്. ഇതൊരു വ്യത്യാസം കാണും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കിന്നോട് ഊരി കഴിഞ്ഞാൽ ആരാണ് അമേരിക്കൻ, ആരാണ് ഇന്ത്യൻ, ആരാണ് യൂറോപ്യൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ ഡീപ്പാണ്, 1 millimeter. അതാണ് ചെത്തി കളഞ്ഞാൽ ഒരാൾക്ക് പറയാൻ പറ്റില്ല ഇത് ഇന്ത്യന്റെ ശരീരമാണ്, ഇത് അമേരിക്കന്റെ ശരീരമാണ്. ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ സ്പിരിച്വൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ജീവേര സ്വരൂപമായി കൃഷ്ണന്റെ നിൽക്കുക. മെറ്റീരിയൽ ഐഡന്റിറ്റി ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ റിച്ച് ആണ്, ഞാൻ പുവർ ആണ്, ഞാൻ ഹാൻസം ആണ്, ബ്യൂട്ടിഫുൾ ആണ്, അഗ്ലി ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ബോഡി കൺസെപ്ഷനിൽ നിന്നും ആത്മാവിന്റെ കൺസെപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് 2 ഉപയോഗമുണ്ട്. എന്താണ് ആ പറയുന്നത്? നമുക്ക് ഇതിന്ന് ഈ മെറ്റീരിയൽ ഉപാധിയിൽ നിന്ന് നമുക്ക് മുക്തരാവും. പിന്നെ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ, ഭഗവാന്റെ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. തത്പരത്വേന നിർമ്മലം. പിന്നെന്താ? ഋഷികേശ സേവനം ഭക്തി. അതാണ് ഉത്തമ ഭക്തി. അതാണ് ഉത്തമ ഭക്തി. അതാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോ ഈ ശ്ലോകത്തില് യോഗി ഹൂസ് മൈൻഡ് ഈസ് ഫിക്സ്ഡ് ഓൺ മീ വെരിലി അറ്റൈൻസ് ദ ഹൈസ്റ്റ് പെർഫെക്ഷൻ ഓഫ് ട്രാൻസിൽ ഹാപ്പിനെസ്. അപ്പോൾ അവർക്ക് എന്താണ് ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് ട്രാൻസിൽ ഹാപ്പിനെസ് കിട്ടുക. ആ ട്രാൻസിൽ ഹാപ്പിനെസ് പറഞ്ഞാൽ ആനന്ദം. ഏതൊരു വ്യക്തിയുടെ മനസ്സാണ് എപ്പോഴും ഭഗവാനിൽ കേന്ദ്രീകരിച്ച് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നത്, അവർക്ക് എപ്പോഴും ആനന്ദമായിരിക്കും. ഈസ് ബിയോണ്ട് ദ മോഡ് ഓഫ് പാഷൻ. അവര് തമോ ഗുണത്തിനും രജോ ഗുണത്തിനും മീതായിരിക്കും, സത്വഗുണത്തിലായിരിക്കും. ഈ റിയലൈസസ് ഹിസ് ക്വാളിറ്റേറ്റീവ് ഐഡന്റിറ്റി വിത്ത് സുപ്രീം. എന്താണ് ക്വാളിറ്റേറ്റീവ് ഐഡന്റിറ്റി? സച്ചിദാനന്ദം. എങ്ങനെ ഭഗവാൻ സച്ചിദാനന്ദമാണോ നമ്മളും ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട് നമ്മളും സച്ചിദാനന്ദം. എന്താ നമ്മൾ പറഞ്ഞ ആത്മാവ്, ശരീരമല്ല. ആൻഡ് ദസ് ഈസ് ഫ്രീ ഫ്രം ഓൾ റിയാക്ഷൻസ് ടു പോയിന്റ്. അങ്ങനെ ആ തരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മൾ പൂർവ ജന്മങ്ങളിലത്തെ ആ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാകും. അല്ലേ? പൂർവ്വജന്മങ്ങൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ മുക്തരായിട്ട് നമ്മൾ ആ ട്രാൻസെൻഡന്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തപ്പെടും. ബ്രഹ്മഭൂത ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം മെറ്റീരിയൽ കണ്ടാമിനേഷൻ സിറ്റുവേറ്റഡ് ഇൻ ദ ട്രാൻസെൻഡന്റ് സർവീസ്. അതാണ് ബ്രഹ്മഭൂത. പ്രസന്നാത്മാ ന കാംക്ഷതി ന സൂചതി. അല്ലെ? ഒന്നും അവർക്ക് യാതൊരു നോ ലാമെന്റേഷൻ, നോ വറി. ബ്രഹ്മഭൂതയാണ്, പ്രസന്ന ആത്മാൻ, ഓൾവേസ് ബ്ലിസ്ഫുൾ, ഇക്വിപ്പോയ്സ്ഡ്. അവർക്ക് യാതൊരു മെറ്റീരിയൽ ഹാങ്കറിങ്സും ഇല്ല. ബ്രഹ്മഭൂത പ്രസന്നാത്മാ is a state of being free from material contamination situated in the transcendental service of the Lord. Bhakti 7. Mad bhaktim labade param. അവർക്ക് എൻ്റെ ഭക്തി,
Krishna Prevam Kittum. Bhagavad 18.54. One cannot remain in the quality of Brahman, the absolute, until one's mind is fixed on the lotus feet of the Lord. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ബ്രഹ്മഭൂത സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദത്തിലായിരിക്കണം. ഫിക്സ് ഓൺ ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ്. സവൈ മന കൃഷ്ണ പാതാരവിന്ദയോ അംബരീഷ് മഹാരാജാവിന്റെ. എപ്പോഴും അംബരീഷ് മഹാരാജാവിന്റെ മനസ്സെപ്പോഴായിരിക്കും കൃഷ്ണ പാതാരവിന്ദയോ, ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദത്തിലായിരിക്കും. ലോട്ടസ് ഫീറ്റ്, പാദ അരവിന്ദ. അരവിന്ദ മീൻസ് ലോട്ടസ് ഫ്ലവർ അല്ലെ. അപ്പൊ ഭഗവാന്റെ എല്ലാ അംഗങ്ങളെയും എന്താണ് അരവിന്ദ അല്ലെങ്കിൽ ലോട്ടസ് പങ്കജം അതിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ടു ബി കമ്പയർഡ് ടു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ലോട്ടസ് ലിപ്സ്, ലോട്ടസ് ഫ്ലവർ, ലോട്ടസ് ഐസ്, ലോട്ടസ് ഹാൻഡ്, ലോട്ടസ് ഫീറ്റ്, ലോട്ടസ് നേവൽ, എവറിത്തിങ് ഈസ് ലോട്ടസ്. നമ പങ്കജനാഭായ, നമ പങ്കജമാലിനി, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഗരെ. എല്ലാം പങ്കജം. അതാണ് ഭഗവാന്റെ എല്ലാ ലിംസിനെയും പങ്കജത്തിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. സോഫ്റ്റ്, ബ്യൂട്ടിഫുൾ ടെക്സ്ചർ, നൈസ് കോംപ്ലക്ഷൻ, കളർ, ടെൻഡർ, ഇതൊക്കെയാണ് എൻ്റെ ക്വാളിറ്റീസ്. ആൻഡ് ഫ്രാഗ്രൻസ്, വെരി ഫ്രാഗ്രൻറ്റ്. ഭഗവാന്റെ എല്ലാം അതേപോലെയാണ്. അതരം മധുരം, ഗമനം മധുരം പറഞ്ഞില്ലേ, വല്ലഭാചാര്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എല്ലാം ഭഗവാന്റെ മധുരം. So, to be always engaged in the transcendental loving service of the Lord, or to remain in Krishna consciousness, is to be factually liberated from the mode of passion and all material condemnation. അപ്പോൾ എപ്പോഴും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ നമ്മുടെ ഇരിക്കുകയാണെങ്കിൽ, ഭക്തി സേവനം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ മൂന്ന് ഗുണത്തിന്റെ അതീതമായിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. ലിബറേറ്റഡ് ഫ്രം മോഡ് ഓഫ് പാഷൻ ആൻഡ് ഓൾ മെറ്റീരിയൽ കണ്ടു. അപ്പൊ അതിൽ ഈവൺ മോഡ് ഓഫ് ഗുഡ്നെസ് ആൾസോ നമ്മൾ അതൊന്നും ഉയരും. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद. हरे कृष्णा.